ലഹു വയാ അഹിബ്ബായി ഫഇന്ന ജസദി മുഖ്തലിതും ബിഖുറൂജി റൂഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങൾ കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. ഒരവസരം വരും മുസ്ലിമേ, നിന്നെ മറ്റുള്ളവർ കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്, എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പഴാ വിളിച്ചു പറയുന്നത്, എന്നെ നിങ്ങൾ വല്ലാതെ പിടിച്ചിട്ട് കുലുക്കല്ലേ, വെള്ളം വളരെ സ്പീഡിന് കോരി ഒഴിക്കല്ലേ. കാരണം അതാ റൂഹ് പിടിച്ചിട്ട് എന്റെ ശരീരമാസകലം മുറിഞ്ഞിരിക്കുകയാണ്, എന്റെ ശരീരം മുറിഞ്ഞിട്ട് വ്രണമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങള് വളരെ മയമായിട്ട് എന്നെ കുളിപ്പിക്കണേ. അതുകൊണ്ടാണല്ലോ ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് നീ ബറക്കത്ത് ചൊരിക്കണേ അല്ലാഹ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, വളരെ ആത്മാർത്ഥതയോടുകൂടി ദുആ ചെയ്തോ. അവിടെ ഈ മനുഷ്യനെ കുളിപ്പിക്കാതെ കൊണ്ടുപോയി ആ കട്ടിൽ കൊണ്ട് കിടത്തുകയാണ്. ഇന്നലെ വരെ വീടിന്റെ ഉള്ളില് നീ കുളിച്ചിരുന്ന പെണ്ണാട്, ഇന്നലെ വരെ വീടിന്റെ ഉള്ളിൽ കുളിച്ചിരുന്ന ചെറുപ്പക്കാരനാട്. ഇന്നതാ നിന്റെ വീടിന്റെ ഉള്ളറയില് നിന്നെ കുളിപ്പിക്കാതെ സമ്മതിക്കുന്നില്ല, നിന്റെ മക്കൾ സമ്മതിക്കുന്നില്ല, നിന്റെ കൂട്ടുകാർ സമ്മതിക്കുന്നില്ല. അതാ ഒരുപാട് സ്വത്ത് മുടക്കി വെച്ച നീ വീടാട്, ആ വീട്ടിന്റെ വെളിയിൽ ഒരു ചെറിയൊരു മറ കെട്ടിയിട്ട് അതിനകത്ത് നിന്നെ കൊണ്ട് ചെന്ന് കുളിപ്പിക്കുകയാണ്. ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോഴൊക്കെ റൂഹ് പൊട്ടിക്കരയുകയാണ്. പിന്നെയോ കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിനെ ചരിപ്പിക്കുമ്പോ, എഴുന്നേറ്റിരുത്തുമ്പോ, കൈകാലുകളെ പിടിച്ച് മടക്കുമ്പോ ആ സമയത്ത് വിളിച്ചു പറയാട്, വയാ ജമാഅത്തി വയാ അഹിബ്ബായി ഫഇന്ന ജസദി മജ്റൂഹുൻ ബിഖുറൂജി റൂഹ്. എന്റെ ശരീരം വല്ലാതെ വേദനപ്പെട്ടിരിക്കുകയാണ്, വല്ലാതെ വലിച്ചിട്ടാണ് എന്റെ ആത്മാവിനെ ഊരിയെടുത്തത്. അതുകൊണ്ട് എന്റെ കൈകാലുകളെ നിങ്ങൾ മയപ്പെടുത്തുമ്പോ ഒന്ന് മയത്തോടുകൂടി മയപ്പെടുത്തണേ, എന്നെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ. അതാ നിന്നെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോ നിന്റെ വീട്ടിന്റെ ഉള്ളറയില് ഒരു പുതുമണവാളനെ കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലതുപോലെ ഒരുക്കി കൊണ്ടുപോകാം. എല്ലാവരും കൂടി നിൽക്കുകയാ. നിനക്ക് വേണ്ടി ഒരു പായ വിരിക്കുകയാണ്, അതിനകത്ത് ഏറ്റവും നല്ല തുണിയാകുന്ന അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച വെള്ളത്തുണി അങ്ങ് വിരിക്കുകയാണ്. ആ വെള്ളത്തുണിക്കകത്ത് കുന്തിരിക്കം പോലെ മണവസ്തുക്കൾ പോലെയുള്ള സുഗന്ധങ്ങൾ പൂശുകയാണ്. നിന്റെ അവസാനത്തെ വസ്ത്രമാണ്. ഇനി ഒരു വസ്ത്രം ഇവിടെയില്ല, ഇനി ഇവിടെ അവിടത്തെ പറയാത്തൊരു വസ്ത്രമില്ല. നിന്റെ ഭർത്താവിന്റെ അവസാനത്തെ സമ്പാദ്യമായി എന്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഈ തുണികളാണ്. നിന്നെ കുളിപ്പിക്കുമ്പോ അവിടെ തുണിയെല്ലാം ഒരുക്കി കഴിയുകയാണ്. എല്ലാവരും കൂടെ നിന്നെ ചുമന്നുകൊണ്ട് വരികയാണ്. അല്ലാഹുവേ, ആ സമയത്ത് ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാ. എല്ലാവരും കൂടി ചുമന്നുകൊണ്ട് വന്നിട്ട് നിന്നെ കൊണ്ട് കിടത്തുകയാണ് വെള്ളത്തുണിയിൽ. ഒന്നും അറിയാതെ കണ്ണും അടച്ചിട്ട് അവസാനത്തെ ഒരു ഉറക്കമാണ് കിടക്കുകയാണ്. എല്ലാവരും വന്ന് നിന്നുകൊണ്ട് കരയുന്നുണ്ട്, മക്കള് കരയുന്നുണ്ട്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കരയുന്നുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് കരയുന്നുണ്ട്, സ്വന്തം ഉമ്മ വന്നുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട്, പൊന്നുമോനെ വിളിച്ചുകൊണ്ട് കരയുകയാണ്. ആരോടൊന്നും മിണ്ടില്ല, ചേതനറ്റ ശരീരവുമായിട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് എല്ലാവരും അത് കഴിഞ്ഞിട്ട് സന്തോക്കിൽ കൊണ്ടുവെക്കുന്നതിന് മുമ്പ് മയ്യത്തിനെ പൊതിയുകയാണ്, കാലിന്റെ ഭാഗം കെട്ടുകയാണ്.
അരഭാഗം കെട്ടുകയാണ്. തലഭാഗം കെട്ടാൻ വരുമ്പോ ഈ റൂഹ് മാറിയിരുന്നു കൊണ്ട് കരയുകയാണ്. തുനാദീ റൂഹഹു ലാ തസുദ്ദ കഫന റഅസി ഹത്താ അറാ വജ്അഹരി. എന്റെ കാല് നിങ്ങൾ കെട്ടിക്കഴിഞ്ഞു, എന്റെ അരഭാഗം നിങ്ങൾ കെട്ടിക്കഴിഞ്ഞു, ഇനി എന്റെ തലഭാഗം മാത്രമാണ് കെട്ടാനുള്ളത്. നിങ്ങൾ കെട്ടാൻ വരുന്നതിന് മുമ്പ് ഞാനെന്ന് പറയട്ടെ, എന്റെ വീട്ടിന്റെ ഉള്ളിൽ എന്റെ മക്കളുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ സഹോദരങ്ങളുണ്ട്, എന്റെ കൂടപ്പിറപ്പുകളുണ്ട്. അവരെന്റെ മുഖം അവസാനമായിട്ട് ഒന്ന് കണ്ടോട്ടെ. ഇനി അവർക്ക് കാണാ ഒരവസരം ഇല്ല. നിങ്ങൾ എന്റെ തലഭാഗം കെട്ടിയാൽ ഇനി എങ്ങനാണ് എന്റെ പൂമുഖം അവരൊന്ന് കാണുക? അതുകൊണ്ട് എന്റെ തലഭാഗം ഒരു മിനിറ്റ് നിങ്ങളൊന്ന് കെട്ടാതെ വെക്കുമോ? എന്റെ മക്കളെന്നെ അവസാനം ഒന്ന് കണ്ടിട്ട് എനിക്കൊരു ചുടുമുത്തം തരുന്നുവെങ്കിൽ അവർ തന്നിട്ട് പോകട്ടെ. അതുകൊണ്ട് ലാ തസുദ്ദ കഫന റഅസി, എന്റെ തലഭാഗം നിങ്ങൾ കെട്ടാൻ വരട്ടെ. അല്ലാഹുവേ, ഈ ഒരവസ്ഥ നമുക്കൊക്കെ വരുന്നതാണ്. അല്ലാഹു നമുക്ക് സന്തോഷത്തിൽ നമ്മുടെ റൂഹിനെ കൊണ്ടുപോകുന്നവർ പടച്ചോനെ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. പിന്നെയോ ഇന്നഹാദാ ആഖിറു റുയതി, ഇതെന്റെ അവസാനത്തെ കാഴ്ചയോ, ഇനി എനിക്ക് കാണാൻ കഴിയൂല. എന്റെ മക്കൾക്ക് എന്റെ പൂമുഖം കാണാൻ കഴിയൂല. അവരൊന്ന് കണ്ടിട്ട് പോകട്ടെ. നിങ്ങളൊന്ന് നിൽക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് ആ മയ്യത്തിനെ പൊതിയുകയാണ്. തലയും കെട്ടി എടുത്ത് വെക്കുകയാ സന്തോഷം എന്ന് പറയുന്ന വാഹനത്തിലേക്ക്. മയ്യത്തിനെ വീട്ടിന്റെ അകത്ത് നിന്ന് കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴതാ വിളിച്ചു പറയാട്, ഇന്തദാലിക യുനാദീ റൂഹഹു. ആ സമയത്ത് റൂഹ് വിളിച്ചു പറയാട്, എന്നെ കൊണ്ടുപോകുന്നവരെ, എന്നെ കൊണ്ടുപോകുന്നവരെ, ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് നിൽക്കുമോ? എന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്നാരോ കരയുന്നുണ്ട്. എന്റെ ഭാര്യയാണ് കരയുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പാപ്പ മരണപ്പെട്ട വിഷമത്തില് എന്റെ പൊന്ന മക്കളാ കരയുന്ന എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് നിൽക്കുമോ? എന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് ഒന്ന് നിൽക്കുമോ? എന്റെ ഉമ്മ എന്നെ വിളിക്കുന്നുണ്ട്. പൊന്നു മകനേ, ഈ ഉമ്മാനെ വിട്ടുപിരിഞ്ഞുകൊണ്ട് പോവുകയാണോ? ഈ പുന്നാര പൊന്നുമക്കളെ വിട്ടുപിരിഞ്ഞുകൊണ്ട് പോവുകയാണോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെ വിധവയാണടാ, ഇവളെ വിട്ടിട്ട് പോവുകയാണോ? അപ്പോഴാണ് അവിടെ ഈ റൂഹ് വിളിച്ചു പറയുന്നു, കൊണ്ടുപോകല്ലേ, അവരുടെ കരച്ചിലൊന്ന് കേട്ടോട്ടെ. ഇനി എനിക്ക് നീ കരച്ചിൽ കേൾക്കാൻ പറ്റൂല. 6ഉം 7ഉം വയസ്സുള്ള പുന്നാര മക്കളാട്, അവർക്കൊന്നും അറിയാത്ത മക്കളാട്. അവരുടെ അവസാനത്തെ കരച്ചിൽ ഞാനൊന്ന് കേട്ടിട്ട് പോകട്ടെന്ന് വിളിച്ചു പറയുമ്പോ ഈ ഒരവസ്ഥ എല്ലാവർക്കും വരാനുള്ളതാണ്. അങ്ങനെ കൊണ്ടുപോവുകയാ. ഖബറാകുന്ന പള്ളിക്കാട്ടിലേക്ക് അവനെ അതാ ചുമന്നുകൊണ്ട് പോവുകയാണ്. വസാറബനൂക ഐതാമൻ സിഗാറാ വാനക റുസുകൽ ബഗുൽ ജദീദോ. എല്ലാവരെയും വിട്ടുപിരിയാണ്. ഇന്നലെ വരെ ഉമ്മ വിളിച്ച ഉമ്മാന്റെ വിളിക്കുത്തരം കൊടുക്കുന്ന മകനാണ്. ഭാര്യ വിളിച്ചാല് ഭാര്യക്കുത്തരം കൊടുക്കുന്ന ഭർത്താവാണ്. മക്കളെ വിളിച്ച ആ മക്കളുടെ വിളിക്കുത്തരം കൊടുക്കുന്ന ബാപ്പച്ചിയാണ്. ഇന്ന് മക്കൾ വിളിച്ചിട്ട് തിരിഞ്ഞില്ല, ഭാര്യ വിളിച്ചിട്ട് തിരിയുന്നില്ല. ഇന്ന് കണ്ണൂർ ജില്ലയിലെ കൊതേരി എന്ന് പറയുന്ന സ്ഥലത്ത് വാള് കേൾക്കാ ഒരുമിച്ച് കൂടിയ ഉമ്മ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ റൂഹ് കൊണ്ടിറങ്ങുമ്പോ അവരവരുടെ മനസ്സിൽ കൈവച്ചുകൊണ്ടൊന്ന് ചിന്തിക്ക്. എന്നെ കൊണ്ടുപോകുമ്പോ എന്റെ മക്കൾ ഇതുപോലെ കരയുമല്ലോ, അപ്പൊ ഞാനും ഇതുപോലെ വിളിച്ചു പറയുമല്ലോ. തീർന്നിട്ടില്ല സഹോദരാ.
അതാ പള്ളിക്കാട്ടിലേക്കൊന്ന് കൊണ്ടുവെക്കുകയാണ്. പള്ളിക്കാട്ടിലേക്കൊന്ന് കൊണ്ടുവെക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പള്ളിയിൽ കൊണ്ടുവെക്കുകയാണ്. ഇതുവരെ നീ പള്ളിയിൽ കയറാൻ പറഞ്ഞാ നിനക്ക് മടിയായിരുന്നല്ലോ, പടച്ചവനെ ഓർക്കാൻ പറഞ്ഞാ നിനക്ക് മടിയായിരുന്നല്ലോ, നമസ്കരിക്കാൻ പറഞ്ഞാ നിനക്ക് മടിയായിരുന്നല്ലോ. ഇന്ന് നിന്നെ മറ്റുള്ളവര് പള്ളിയിൽ കൊണ്ടുവെക്കുകയാണ്. അപ്പോഴാണ് ചില ആളുകൾ പെട്ടെന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടുമ്പോ ഈ റൂഹ് വിളിച്ച് പറയാറ്, ഇന്നെന്നെ പള്ളിക്കുള്ളിൽ കൊണ്ടുവച്ചിട്ട് നമസ്കരിച്ചിട്ട് ദുനിയാവിന് വേണ്ടിയിട്ട് ധൃതി പിടിച്ചുകൊണ്ട് ഓടുന്നവനെ, നിങ്ങള് എന്നെ കൊണ്ടുവച്ചിട്ട് പോവുകയാണ്. ഇനി എന്റെ വീടേതാണ്, ഞാൻ വെച്ചിട്ടുള്ള 2 നിലയോ 3 നിലയോ വീടെനിക്കില്ല. ഇനി എന്റെ വീട് പള്ളിക്കാടാണ്, ഒരാൾ പോലും സഹായത്തിനില്ലാത്തൊരു നാടാണ്, അതൊരു വിദേശിയുടെ സ്ഥലമാണ്. അങ്ങനെയുള്ള പള്ളിക്കാട്ടിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ പെട്ടെന്ന് പോകരുതേ. നിങ്ങള് എന്നെ കൊണ്ടുവെക്കുന്ന എനിക്ക് ഇനി താമസിക്കാനുള്ള വീടാകുന്ന 6 അടി മണ്ണാകുന്ന കബറായ വീട്, അതൊന്ന് കണ്ടിട്ടല്ലാതെ പോകരുതേ. അതിന്റെ ആഴമൊന്ന് കാണാതെ പോകരുതേ, അതിന്റെ വീതിയൊന്ന് കാണാതെ പോകരുതേ. ഞാൻ എത്ര വിശാലമായി എത്ര വലിയ വീട്ടിൽ കിടന്നിരുന്ന മനുഷ്യരാണ്. ഇന്ന് ഞാൻ കിടക്കുന്നതോ പച്ചമണ്ണിലാ, പച്ചമണ്ണിലാ, പച്ചമണ്ണിലാ. എന്റെ വസ്ത്രങ്ങളും എന്റെ സ്വത്തുക്കളൊക്കെ വീട്ടിലാണ്. ഞാൻ ഒരുപാട് സമ്പത്തുണ്ടാക്കി, പക്ഷേ ഇതുപോലെ ഒരവസ്ഥ ഖബർ പെട്ടെന്ന് വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. അതുകൊണ്ട് പടച്ചവനിക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ മറന്നുപോയി. എല്ലാ നഷ്ടത്തിലാണ്. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്റെ സമ്പത്ത് മാറ്റിവെച്ചു, ഖബറിലേക്കൊന്നും മാറ്റിവെച്ചിട്ടില്ല. നിങ്ങൾ എന്റെ വീട് കാണാതെ പോകല്ലേ. അവസാനം അവിടന്ന് പിരിയുകയാണ്. എല്ലാവരും ദുആ ചെയ്ത് മണ്ണിട്ട് മൂടുമ്പോ ആ സമയത്ത് വിളിച്ചു പറയാട്, നിങ്ങൾ ദുആ ചെയ്യുമ്പോ എന്നെയും കൂടി ഉൾപ്പെടുത്തണേ. ഈ പാപ്പിച്ചാനെ മറന്നു പോകല്ലേ, ഈ ഉമ്മാനെ മറന്നു പോകല്ലേ. നിങ്ങൾ എത്ര നോക്കിയതാണ്, നിങ്ങൾക്ക് വേണ്ടി എത്ര സമ്പത്ത് തന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കാൻ ഗൾഫ് രാജ്യത്തില് പല പ്രാവശ്യം പോയിട്ട് വന്നതാണ്. ഈ ബാപ്പയുടെ കണ്ണ് മറഞ്ഞാല് ബാപ്പാക്ക് വേണ്ടി സദഖ കൊടുക്കുന്ന മക്കളായിട്ടല്ലാതെ നിങ്ങൾ മാറരുതേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമുദാ പറയുകയാണ്. അവസാനം പറയുന്ന പല തഗുറന്നകുമുദ്ദുനിയാ കമാ ഗറതനീ. എന്നെ ദുനിയാവ് ചതിച്ചു പോയടാ, എന്നെ ദുനിയാവ് വഞ്ചിച്ചു പോയടാ. ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ വെച്ച് ചിന്തിക്കാൻ അവസരമാണ്. ആയിഷ വല്ലാതെ പൊട്ടിക്കരയുന്ന സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് പടച്ചവനെ പേടിക്കണേ ആയിഷ. കുതേരിയറുള്ള ഒരുപാട് ആയിഷ ഉമ്മമാരുണ്ട്, ഫാത്തിമ ഉമ്മമാരുണ്ട്, ഖദീജമാരുണ്ട്, ആയിഷത്തു തുഹറയുണ്ട്, മൈമൂനയുണ്ട്.